പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ശ്വാസകോശ രോഗികള്, കരള് രോഗികള്, പാൻക്രിയാസ് രോഗികള്, ക്ഷയരോഗികള്, നെഞ്ചിന് കഞ്ചക്ഷനുള്ള കൊറോണ രോഗികള്, ക്വാറന്റൈൻ താമസിക്കുന്നവരെല്ലാം നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. കർത്താവേ, നിന്റെ വിശുദ്ധമായ രക്തത്താൽ നെഞ്ച് കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ. ഈശോ അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന സ്ഥിരീകരണം ലഭിക്കാൻ ആവശ്യമായ സാക്ഷ്യങ്ങൾ നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവ് 35 വർഷത്തെ പൗരോഹിത്യത്തെ കർത്താവേ നീ അടയാളപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ. കർത്താവേ, ശ്വാസകോശ രോഗികളുടെ ശ്വാസകോശങ്ങൾ കഴുകണമേ. ഹൃദയരോഗികളെ ഹൃദയത്തെ വിശുദ്ധമായ രക്തത്തെ കഴുകണമേ. കരൾ രോഗികൾ, മഹോദ രോഗികള്, പാൻക്രിയാസ് രോഗികള് യേശുക്രിസ്തു ഉന്നതമായ നാമത്തില് സൗഖ്യമാകട്ടെ. മടുപ്പുകൂടാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. മടുപ്പുകൂടാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, മരിക്കും രോഗിക്ക് സൗഖ്യമാണ്. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, മരിക്കും രോഗിക്ക് സൗഖ്യമാണ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, ഈ പക്കിന് വേദനയുള്ളവരെ കർത്താവ് കാണിച്ചു തന്നിരുന്നു. നമ്മൾ പ്രാർത്ഥനയുടെ സമയത്ത്, നെഞ്ചകം പ്രാർത്ഥിക്കുന്ന സമയത്ത് പക്കിന് വേദനയുള്ളവരെ, ഒരുപക്ഷെ അസ്ഥികൾ അവർ ദ്രവിക്കുന്നവരാകാം, ചില സമയത്ത് കൈ പൊക്കാൻ പറ്റാത്തവരാകാം, അവരെ കർത്താവ് സുഖപ്പെടുത്തിയ സന്ദേശമുണ്ട്. നിങ്ങൾക്ക് അനുഭവമുള്ളവർ ഗൂഗിൾ മീറ്റിൽ വന്ന് സാക്ഷ്യം പറയേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് നടുവേദനക്കാരിയാണ്. നടുവിന് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. കിഡ്നി രോഗികളും നടുവിന് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. പിന്നെ വസ്തിപ്രദേശത്ത് വേദനയുള്ളവരെ, ഇരിക്കാൻ പറ്റാത്ത, എഴുന്നേക്കാൻ പറ്റാത്തവരൊക്കെ വസ്തിപ്രദേശത്ത് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. അതുപോലെ അടിവയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. കുടൽ രോഗികൾ, അൾസർ രോഗികൾ, പിസ്റ്റില രോഗികൾ, PCOD രോഗികളെല്ലാം അടിവയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. മക്കളില്ലാത്തവരും അടിവയച്ച് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർ, കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യമുണ്ടായിരുന്നു, 19 വർഷം കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായതാണ്. മലം പോകാതെ പലപ്പോഴും വയറിങ് തട്ടി വീഴ്ത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. അതായത് ഓൺലൈൻ ഉടമ്പടി ചെയ്ത് 19 ദിവസത്തിനുള്ളിലേ അവർ പൂർണ്ണമായി സുഖപ്പെട്ടു. ഇവർക്ക് ഓൺലൈൻ ഉടമ്പടി ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അത് വെബ്സൈറ്റിൽ സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് എടുത്ത് ഓൺലൈൻ ഉടമ്പടി ചെയ്യാവുന്നതാണ്. പ്രിയമുള്ളവർ, ഇപ്പം നമ്മൾ ഉദര രോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. കുടൽ ചുരുങ്ങുന്നവരുണ്ട്, കുടലിൽ കുരുക്കുള്ളവരുണ്ട്, അൾസർ രോഗികളുണ്ട്, അർസിസ് രോഗികളുണ്ട്. ഇതൊക്കെ നിങ്ങൾ കേൾക്കുമ്പോഴേ അത് ഇല്ലാത്തവർക്ക് വലിയതായിട്ട് തോന്നത്തില്ല. അല്പമെങ്കിലും ഉണ്ടെങ്കിൽ മനുഷ്യന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത നീറ്റലും ഊത്തലും വേദനയും ഉറക്കമില്ലായ്മയും ഇരുന്ന് ജോലി ചെയ്യാൻ എന്തുമാത്രം വേദനയാണെന്ന് മനുഷ്യൻ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ദയവായി, എനിക്ക് രോഗമില്ലെന്ന് വിചാരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കരുത്. നിങ്ങൾക്ക് ആ രോഗമില്ലെങ്കിൽ ആ രോഗമുള്ളവർക്ക് സുഖപ്പെടാൻ വേണ്ടി നിങ്ങളുടെ ഉദരത്തിൽ കൈവച്ചുകൊണ്ട് യേശുനാമത്തെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.
രോഗികളെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥന തുടരുക. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. കർത്താവെ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. കിഡ്നി രോഗികളെ സ്പർശിക്കണമേ ഈശോ. ഈശോ, നിന്റെ തിരുമുമ്പാർന്ന ആണിപ്രധാന അത്ഭുത കരത്താൽ അങ്ങ് കിഡ്നി രോഗികളെ സ്പർശിക്കണം ഈശോ. കിഡ്നി കല്ലുള്ളവരെ സ്പർശിക്കണം കർത്താവേ. യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ വസ്തുപ്രദേശത്തെ വേദനകളും നീതികളും ഈശോ ഇരുന്നിട്ട് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥകളും സ്വാധീന കുറവുകളും യേശുവിൻ ഉന്നതമായ നാമത്തെ പിസോടി രോഗങ്ങളെ കർത്താവേ, എല്ലാവിധ നടുവേദനകളും കിഡ്നി രോഗങ്ങളെ യേശുക്രിസ്തു നാമത്തെ സൗഖ്യമാകട്ടെ. സുദൂര ഹല്ലേലൂയ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മള് വാതരോഗികള്, കാലിലും ശരീരവും ചൊറിഞ്ഞു പൊട്ടുന്ന വിസർപ്പ സോറിയാസിസ് രോഗികള്, അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ഉള്ളിലൊക്കെ എല്ലാം സിസ്റ്റായിട്ടിരുന്നിട്ട് വല്ലാത്ത വേദന അനുഭവിക്കുന്നവരെ, അസ്ഥി പൊടിയുന്ന രോഗികൾ, അസ്ഥി ഉരുക്കമുള്ള രോഗികൾ, ശരീരം മൊത്തം ചൂടാകുന്ന രോഗികൾ, പ്രഷർ രോഗികൾ, ഷുഗർ രോഗികൾ, അവരെല്ലാം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കഴുകപ്പെടാൻ വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കർത്താവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പാ, സ്വർഗീയപ്പാ, അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ അങ്ങനെ കൈ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, സ്വർഗീയപ്പ, നടപടി 4:30 പ്രാർത്ഥിക്കുന്നു. അങ്ങിപ്പോൾ തന്നെ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ അങ്ങനെ കൈ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ രോഗികളെയും അപ്പാ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഉള്ളംകാൽ ഉച്ചവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ മാർഗ രോഗങ്ങള്, സ്ഥിരവ്യാധികള് പൂർണ്ണമായ സൗഖ്യമാകട്ടെ. സുദൂര ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ. തിരുക്കരത്താൽ താങ്ങി എന്നെ, തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങി എന്നെ, തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശ്വാസപൂർവ്വം കൈകള് സ്വസ്തിക വെച്ചിട്ട് ശരീരം മുഴുവനും ഉള്ളംകാലം അത് ഉച്ചവരെ കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കണേ. വിശ്വാസപൂർവ്വം കൈ സുസ്ഥിരവോ വെച്ചിട്ട് ശരീരം മുഴുവൻ ഉള്ളംകാലം മുതൽ ഉച്ചവരെ പരിശുദ്ധ കുർബാന കേൾപ്പിച്ചുകൊണ്ട് സ്വസ്ഥമായി പ്രാർത്ഥിക്കുക, ചേർന്ന് പ്രാർത്ഥിക്കുക, ഏറ്റു പ്രാർത്ഥിക്കുക. കർത്താവേ, കർത്താവേ, ഉള്ളംകാലം ഉച്ചവരെ, ഉള്ളംകാലം മുതൽ ഉച്ചവരെ വിശുദ്ധ രക്തത്താൽ, വിശുദ്ധ രക്തത്താൽ കഴുകണമേ. കഴുകണമേ. കർത്താവേ, കർത്താവേ, ഉള്ളംകാലം ഉച്ചവരെ, ഉള്ളംകാലം മുതൽ ഉച്ചവരെ വിശുദ്ധ രക്തത്താൽ, വിശുദ്ധ രക്തത്താൽ എന്നെ കഴുകണമേ. എന്നെ കഴുകണമേ. കർത്താവേ, കർത്താവേ, ത്വക്ക് രോഗങ്ങള് ത്വക്ക് രോഗങ്ങള് അങ്ങയുടെ വിശുദ്ധ രക്തത്താൽ അങ്ങയുടെ വിശുദ്ധ രക്തത്താൽ കഴുകപ്പെടട്ടെ.
കഴുകപ്പെടട്ടെ. കർത്താവേ, ഇപ്പോഴ് അത്ഭുതകരമായി അങ്ങയുടെ വിശുദ്ധ രക്തത്താൽ ത്വക്ക് രോഗങ്ങള്, വാദരോഗങ്ങള് യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവേ, മുടി കൊഴിയുന്നവരെ, കുരുക്കള്, ചൊറികള്, ചിരങ്ങുകള്, സോറിയാസിസുകള് വരുന്നവരെ അങ്ങയുടെ വിശുദ്ധ രക്തത്താൽ ഓ കർത്താവേ അങ്ങ് കഴുകണമേ. ശരീരത്തിലെ അസ്ഥികൾ മുറിച്ചിട്ട് കമ്പിയിട്ടിരിക്കുന്നവരെ ഓപ്പറേഷൻ മൂലം പല അന്യപദാർത്ഥങ്ങള് ശരീരത്തില് കൽപ്പിച്ചിരിക്കുന്നവരെ കർത്താവേ അങ്ങയുടെ നാമത്തില് പലതരത്തിലുള്ള നടക്കാനും കിടക്കാനും ജോലി ചെയ്യാനും ആവശ്യത അനുഭവിക്കുന്നവരെ യേശുവിന്റെ നാമത്തില് എഴുന്നേറ്റ് നടക്കട്ടെ. പേര് ജിൻസി. എൻ്റെ അനിയത്തി ജിൻസുവിന് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. ഇവള് സൗദിയിൽ നേഴ്സാണ്. ജനുവരി 5-ാം തീയതിയാണ് ഇവൾ നാട്ടിൽ വന്നത്. ജനുവരി 13-ാം തീയതി 7 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു. ജനുവരി 13-ാം തീയതി പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ടതായിട്ട് വന്നു. BP ആ മിഷനിലുള്ളിടത്തോളം BP ഉണ്ടായിരുന്നു ഇവൾക്ക്. 14-ാം തീയതി വൈകിട്ട് ഇവളെ കാരിത്താസ് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. എമർജൻസി ആയിട്ട് ആംബുലൻസിലാണ് കൊണ്ടുപോയത്. പെയിൻ വന്നു. ഹോസ്പിറ്റലിൽ ചെന്നു, കാരിത്താസിൽ ചെന്നു. അവിടെ ചെന്നപ്പം 240, 120 ഉണ്ടായിരുന്നു BP. മിഷനിലുള്ളിടത്തോളം BP ഉണ്ടായിരുന്നു ഇവൾക്ക്. രക്ഷപ്പെടില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ വന്ന് കണ്ടു. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു, ഞങ്ങൾ കടന്നുപോയ അവസ്ഥ. ഡോക്ടർ പെട്ടെന്ന് എമർജൻസി ആയിട്ട് കുഞ്ഞിനെ ഓപ്പറേഷൻ ചെയ്തെടുത്തു. കുഞ്ഞിനെ എടുത്ത് ആ നിമിഷം തന്നെ കുഞ്ഞിനെ എടുത്തു. ഓക്കെയാണ്, സാറ് വന്ന് പറഞ്ഞു ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ നിമിഷം തന്നെ ഇവൾക്ക് ഫിക്സ് അടിച്ചു. ആള് നോർമൽ അല്ലാതായി. വെൻറ്റിലേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. ആ നിമിഷം ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നുപോയി. ഇവളുടെ ഹസ്ബൻഡ് നാട്ടിലില്ലായിരുന്നു, ഇവൻ ഒമാനിലായിരുന്നു. കുഞ്ഞുണ്ടായ ഒരു ദിവസം കഴിഞ്ഞാണ് വന്നത്. ഡോക്ടർ അവിടുന്ന് പറഞ്ഞു HB 6 പോയിൻ്റേ ഉള്ളൂ, ബ്ലഡ് ബ്ലീഡിംഗ് ഉണ്ട്. പെട്ടെന്ന് ഇവളെ MICUവിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. അവിടുന്ന് ലിവർ 80% ലിവർ ഡാമേജ് ആയി. ഒരു സൈഡ് ലിവർ മൊത്തം പോയി. ഞാൻ ഇവളെ കാണാൻ വേണ്ടി MICU കയറുവാണ്. രാവിലെയും വൈകിട്ടും അവർ പറയുന്ന സമയത്തേ കയറാൻ പറ്റത്തുള്ളൂ. മോർണിംഗ് കയറിയപ്പോൾ ഇവള് പറയാണ്, നീ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം, നീ കൃപാസനത്തിൽ വരെ പോകണം, അവിടെ ചെന്നിട്ട് എനിക്ക് വേണ്ടി ഒരു ഉടമ്പടി എടുക്കണം. ഉറപ്പായിട്ട് നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്താൽ ഞാൻ രക്ഷപ്പെടും, ഉറപ്പാണ്, നീ എനിക്ക് വേണ്ടി പോകണമെന്ന് പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം രാവിലെ അവിടുന്ന് കാരിത്താസിൽ നിന്ന് ഇവിടെ വന്നപ്പോൾ ഒരു 12:15 ആയി കാണും. അന്നേരം വെളിയിൽ അച്ഛനെ കണ്ടു. അച്ഛൻ അന്നേരം പറഞ്ഞു, ഇനിയും കൊച്ചെ അച്ഛനെ കാണാൻ ഒരു സാധ്യതയില്ല, അച്ഛനെ കാണാൻ പറ്റത്തില്ല, ജോസഫ് അച്ഛനെ കാണാൻ പറ്റത്തില്ല, പോയിട്ട് അടുത്ത ദിവസം വരിക. അച്ഛൻ പറയാം, അച്ഛൻ കാണാൻ പോകാൻ പറ്റത്തില്ല. അവൾ എന്നോട് പറഞ്ഞു വിട്ടേക്കുന്ന അച്ഛനെ കണ്ട് പ്രെയർ എൻ്റെ കാര്യം പറഞ്ഞിട്ടേ നീ ഇങ്ങോട്ട് വരാവുള്ളെന്ന് പറഞ്ഞാൽ വിട്ടേക്കുന്നത്. അന്നേരം അച്ഛൻ പറഞ്ഞു, ഇവിടെ ടോക്കൺ എടുക്കുക, ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ട് വന്നാലേ അച്ഛനെ കാണാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഉടമ്പടി എടുത്തു, ഇവിടെ വന്നു, അച്ഛനെ കണ്ടു. അച്ഛന് അന്നേരം വേറൊരു ബ്രദർ എന്നോട് പറഞ്ഞു, ഫോട്ടോ ഇല്ലാതെ അച്ഛനെ കാണാൻ പറ്റത്തില്ല, അല്ലെ ഹസ്ബൻഡ് വരണം. ഹസ്ബൻഡ് അവിടെ നിൽക്കുകയാണ്, ഹോസ്പിറ്റലിൽ നിന്ന് മാറാൻ പറ്റത്തില്ല. കുഞ്ഞ് ICUവിലാണ്, 15 ദിവസം ICUവിലായിരുന്നു കുഞ്ഞ്. ഇവിടെ വന്നു, ഞാൻ ഫോട്ടോ എടുത്തു, അവിടെ പോയി പ്രിൻ്റ് എടുത്തുകൊണ്ട് വന്നു. അച്ഛനെ ഓർക്കുന്നുണ്ടോ എന്നറിയത്തില്ല, അച്ഛനെ ഞാൻ കണ്ടു. തിരിച്ച് ഞാൻ അവിടെ ചെന്നു. എല്ലാ ദിവസവും പിറ്റേ ദിവസം തൊട്ട് എല്ലാ ദിവസവും ഞാൻ ഇവളെ ICUവിൽ 34 ദിവസം ICU കിടന്ന ആളാണ്. ഇവള് ഹെൽപ്പ് സിൻഡ്രോം എന്ന് പറഞ്ഞൊരു രോഗാവസ്ഥയായിരുന്നു. അതായത് പ്രഗ്നൻസി സമയത്ത് BP ഹൈ ആകുന്ന അവസ്ഥ, പെട്ടെന്ന് എക്ലാംഷ്യ, പ്രീ എക്ലാംഷ്യ എന്നീ 2 അവസ്ഥകളിലൂടെയാണ് ഇവൾ കടന്നു പോയത്. പിറ്റേ ദിവസം തൊട്ട് ഞാൻ ഉടമ്പടി എടുത്തു. പിറ്റേ ദിവസം തൊട്ട് എല്ലാ ദിവസവും ഞാൻ ഈ തൈലം പുരട്ടി പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് എല്ലാ ദിവസവും ഞാൻ ഉപ്പും തൈലവും പുരട്ടി പ്രാർത്ഥിക്കും. അങ്ങനെ കണ്ടിന്യൂസ് പോയിക്കൊണ്ടിരുന്നു. ഇവളുടെ ഹസ്ബൻഡ് കാണാതെ ഞാൻ ഡോക്ടറെ കയറി കാണും. ഇവൻ പെട്ടെന്ന് വയലൻ്റ് ആകും, പെട്ടെന്ന് വിഷമം വരും, പല അവസ്ഥകളിലൂടെ രക്ഷപ്പെടില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഡോക്ടേഴ്സ് മെഡിക്കലായിട്ട് അവർ മീറ്റിംഗ് കൂടി ഞങ്ങളോട് പറഞ്ഞു, ജിൻസു രക്ഷപ്പെടില്ല, ഒരു കാരണവശാലും ജിൻസു രക്ഷപ്പെടില്ല. എന്നാലും ഞാൻ വിശ്വാസത്തോടെ എന്നും ഈ തൈലവും ഉപ്പും പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. എഴുന്നേറ്റ് നടക്കില്ലെന്നാണ് പറഞ്ഞത്. ഞാനും ഓർത്തു ഇവൾ എഴുന്നേറ്റ് നടക്കത്തില്ലെന്നാണ് ഓർത്തത്. എന്നിട്ട് ഒരു 31-ാമത്തെ ദിവസം ഇവൾ എന്നോട്
ഞാൻ ഇവനോട് കയറി കാണാൻ ചെന്നപ്പോൾ ഇവൾ എന്നോട് പറയുവാണ്, ഞാൻ രക്ഷപ്പെടത്തില്ല, നിങ്ങൾ എന്തിനാ എല്ലാ ദിവസവും വന്ന് എന്നെ ഇങ്ങനെ കണ്ട് ശല്യം ചെയ്യുന്നേ, ഞാനങ്ങ് മരിച്ചു പോകുമായിരുന്നെങ്കിൽ ഇപ്പം എല്ലാം കഴിഞ്ഞേനെ, നിങ്ങൾ ഓക്കെ ആയേനെ എന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ അങ്ങനെ അങ്ങ് പറഞ്ഞു ഞാൻ എന്നിട്ട് റൂമിൽ വന്നിരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു, മാതാവിനോട് പറഞ്ഞു, മാതാവേ എന്നാണേലും ഇവൾ രക്ഷപ്പെടില്ലെന്നറിയാം, എന്നാലും ഞാൻ നാളെ രാവിലെ മോർണിംഗ് ചെല്ലുമ്പം ഇവളോട് ഞാൻ പറയും, മോനെ മാതാവ് എന്നോട് പറഞ്ഞിട്ടുണ്ട് 2 ദിവസം കഴിയുമ്പം നിന്നെ റൂമിലോട്ട് മാറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കറിയാം മാറ്റില്ലെന്നറിയാം. പക്ഷെ ഞാൻ മാതാവിനോട് കരഞ്ഞു പറഞ്ഞു, മാതാവേ ഇവൾക്ക് മാതാവിന് ഞങ്ങളുടെ പൈസ ആണെങ്കിലും ഒരു ലക്ഷങ്ങൾ പൈസ ആയി, ബാക്കി മുമ്പോട്ട് പോകാൻ പറ്റില്ല മാതാവേ, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഡോക്ടർ പറയുവാണ്, അന്ന് പ്രെയർ ചെയ്തതിൻ്റെ അന്ന് വൈകിട്ട് ഡോക്ടർ പറയുവാണ്, ജിൻസുവിനെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറയുകയാണ്, ജിൻസുവിനെ ഇന്ന് വൈകിട്ട് റൂമിലോട്ട് മാറ്റുക കേട്ടോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവൾക്ക് ഓക്സിജൻ ഇല്ലാതെ പറ്റത്തില്ല, ICUവിൽ ഓക്സിജൻ്റെ ആ സപ്പോർട്ടോടുകൂടി മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അന്നേരം ഉടനെ ഡോക്ടർ സാറ് വന്ന് MICUവിലെ സാറ് വന്നിട്ട് പറയുകയാണ്, ജിൻസു ഞാനിത് എടുത്ത് മാറ്റുമെന്ന് പറഞ്ഞിട്ട് സാർ ഓടി വന്ന് ഇതെടുത്ത് മാറ്റി ദൂരോട്ട് കളയുക. എന്നിട്ട് റൂമിൽ ഇവൾ വന്നു, ഇവൾ വയറ് സ്ട്രോമക്ക് മൊത്തം ഈ ലിവർ ഡാമേജ് ആയതിൻ്റെ ഈ സ്കിന്നെല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഈ തൈലം എല്ലാ ദിവസവും ഇവൾ ഉറങ്ങത്തില്ല, ഒരു തുള്ളി പോലും ഉറങ്ങുകയില്ലായിരുന്നു. ഈ ICU കിടന്ന് പിന്നെ രോഗത്തിൻ്റെ പ്രയാസം പിന്നെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഇവൾ ഉറങ്ങില്ലായിരുന്നു. അന്നേരവും ഞാൻ ഈ തൈലം പുരട്ടി എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇവൾക്ക് പൂർണ്ണമായ സൗഖ്യം കിട്ടി. ഇന്ന് ഇവൾ പൂർണ്ണ ആരോഗ്യവതിയായിട്ടിരിക്കുന്നു. അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി. എൻ്റെ പേര് ജിൻസു. ഞാൻ നേരത്തെ കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ടുള്ളതാണ്. ഞാൻ സൗദിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഓൺലൈൻ വഴി ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് എന്തായാലും ഉറപ്പായിരുന്നു ഞാൻ രക്ഷപ്പെടുമെങ്കിൽ അത് കൃപാസനത്തിൽ പ്രാർത്ഥിച്ചിട്ടായിരിക്കുമെന്ന്. അങ്ങനെ ഒരു ദിവസം ഞാൻ SICUവിൽ അബോധാവസ്ഥയിലായിരുന്നപ്പോഴും ഞാൻ പറയുമായിരുന്നെന്ന് ഇവർ പറഞ്ഞു എനിക്ക് കൃപാസനത്തിൽ പോകണമെന്ന്. അതിനുശേഷം എനിക്ക് വയ്യാണ്ടായി, എന്നെ വീണ്ടും MICയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. MICയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു ദിവസം രാവിലെ ഞാനിങ്ങനെ അവിടെ എന്നും വൈകിട്ട് കൊന്തയും രാവിലെ കുർബാനയും ഉണ്ടായിരുന്നു. അപ്പോൾ എന്നും അത് കേൾക്കുമായിരുന്നു. പിന്നീടാണെങ്കിൽ ഒരു ദിവസം രാവിലെ ഇങ്ങനെ എഴുന്നേറ്റപ്പോൾ എനിക്ക് തോന്നി എന്തായാലും കൊള്ളാം, കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കുവാണെങ്കിൽ എന്തുകൊണ്ട് ഞാൻ രക്ഷപ്പെടുമെന്ന്. അങ്ങനെ ഞാൻ ആദ്യമേ ചേച്ചിയോടും ഹസ്ബൻഡിനോടും പറയുവാണ്, നിങ്ങൾ കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കുക, എന്നാൽ ഉറപ്പായിട്ടും രക്ഷപ്പെടുമെന്ന്. അങ്ങനെ ചേച്ചി ആദ്യമേ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു. പിന്നീട് ഇവർ തൈലം കൊണ്ടുവന്ന് തേക്കുകയും അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഓരോ ദിവസം കഴിയുന്തോറും ഇന്നിപ്പം റിപ്പോർട്ട് കൂടുതലാണെങ്കിൽ നെക്സ്റ്റ് ഡേ റിപ്പോർട്ട് കുറയും. അങ്ങനെ പിന്നെ നെക്സ്റ്റ് ഡേ ആയപ്പോൾ എനിക്ക് തോന്നി ചേച്ചി പോയതിലും കൂടുതൽ ഹസ്ബൻഡ് വന്ന് പ്രാർത്ഥിക്കുവാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി സൗഖ്യം പെട്ടെന്ന് കിട്ടുമെന്ന്. അങ്ങനെ ചേട്ടായിക്ക് വരാനായിട്ട് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. കുറേ നിർബന്ധിച്ച് ഞാൻ പറഞ്ഞു എന്തായാലും പോയേ പറ്റൂ, ഇതുവരെ പോയില്ലേ എന്ന് ചോദിച്ച് വഴക്കുണ്ടാക്കി. അങ്ങനെ വഴക്കുണ്ടാക്കിയതിന് നെക്സ്റ്റ് ഡേ ചേട്ടായിയും വന്ന് ഉടമ്പടി എടുത്തു. അങ്ങനെ ഇവർ രണ്ടുപേരും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടും പിന്നീട് ഒരു ദിവസം ഞാനിങ്ങനെ അത്രയ്ക്കും നോർമൽ അവസ്ഥയിലല്ലായിരുന്നു, കുറച്ച് കോൺഷ്യസ് അങ്ങനെയാണ്. ഒരു ദിവസം ഞാനിങ്ങനെ എനിക്കെന്തോ അങ്ങനെ ഫീലായി, മാതാവ് എന്നെ തൊട്ട് സൗഖ്യപ്പെടുത്തുന്നത് പോലെ. അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന ദിവസമൊക്കെ ഒരു ദിവസം ഒഴിച്ച് എനിക്ക് ബോധം വന്ന് തുടങ്ങിയ ദിവസം തൊട്ട് എല്ലാ ദിവസവും കുർബാന കൊണ്ടുവരും. അങ്ങനെ ഞാൻ നോക്കിയിരിക്കുമായിരുന്നു കുർബാന വരുന്നത്. കാരണം എനിക്ക് ഫുൾ ഡേ രാത്രി ഉറങ്ങാനേ പറ്റില്ല. ഞാൻ 32 ദിവസം ICUവിലായിരുന്നു. ഒറ്റ ദിവസം പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല, കാരണം എനിക്ക് ഉറങ്ങാനേ പറ്റണില്ല. അപ്പം ഞാനിങ്ങനെ നോക്കിയിരിക്കും. സമയം കണ്ടെത്തുന്നത് അങ്ങനെയായിരുന്നു. രാവിലെ കുർബാന വരുന്നത് 6:30 6:45 ആകുമ്പോഴാണ്. അപ്പം സമയം 6:45 എന്നറിയാം. പിന്നെ 11 മണിയാകുമ്പോൾ ഇവരെന്നെ കാണാൻ വരും. അപ്പോഴാണ് ഞാൻ അറിയുന്നത് 11 മണിയാണെന്ന്. അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന ദിവസമെല്ലാം ഞാൻ കുർബാന സ്വീകരിക്കുമായിരുന്നു. കുർബാന ഇറക്കാൻ പോലും വയ്യാത്ത അവസ്ഥയായിരുന്നു എനിക്ക്. കുർബാന ആദ്യമേ സിസ്റ്റർ കുർബാന കൊണ്ടുതരും. അതിനുശേഷം ആണെങ്കിൽ സിസ്റ്റർ വെള്ളം കുടിക്കാൻ പറ്റത്തില്ല, വെള്ളം തരത്തില്ല. കുറേ ദിവസം വെള്ളം തരാത്ത അവസ്ഥയായിരുന്നു. അപ്പം കുർബാന ഇറങ്ങി പോകണമെങ്കിൽ എന്തായാലും വെള്ളം വേണം. കുർബാനയ്ക്ക് വേണ്ടി മാത്രം വെള്ളം തരുന്ന ദിവസം ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്കെന്തോ ഭയങ്കര വിശ്വാസമായിരുന്നു, മാതാവിനോട് പ്രാർത്ഥിച്ചാൽ എന്തായാലും ഞാൻ സൗഖ്യപ്പെടുമെന്ന്. കാരണം എനിക്ക് ഇറങ്ങി ഒരു സ്റ്റെപ്പ് പോലും എനിക്ക് വയ്ക്കാൻ പറ്റത്തില്ലായിരുന്നു. മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രം ഞാൻ ജനുവരി 15 കാരിത്താസിൽ അഡ്മിറ്റായി. ഞങ്ങൾ ഫെബ്രുവരി 27 ഡിസ്ചാർജായി വീട്ടിൽ വരുന്നത്. വീട്ടിൽ വരുമ്പം ചെറുതായിട്ട് നടക്കാം, പക്ഷേ ഞാൻ കട്ടിലിൽ കിടന്നാൽ പോലും എന്നെ ആരെങ്കിലും എടുത്തില്ലെങ്കിൽ എനിക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ എന്നും എന്നെക്കൊണ്ട് പറ്റുമ്പോഴാണെങ്കിൽ പോലും വീട്ടിൽ വന്നിട്ടും എനിക്ക് ഉറക്കമൊന്നും ശരിയാകണില്ലായിരുന്നു. ഞാനപ്പം കൊന്ത ചൊല്ലി ഉറങ്ങിപ്പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഉറങ്ങിയത്. അങ്ങനെ മാതാവിൻ്റെ കൃപയാൽ എനിക്കിന്ന് നടക്കാൻ പറ്റും.
കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, എന്നാലും മാതാവിൻ്റെ കൃപയാൽ ഞാൻ ഇനി എന്തായാലും സൗഖ്യപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതുപോലെ തന്നെ എനിക്ക് കൃപാസനത്തിൽ വരണമെന്നുള്ളത് എൻ്റെ കുറേ കാലത്തെ ആഗ്രഹമായിരുന്നു. ഞാൻ മാരീഡായ സമയം തൊട്ട് എനിക്ക് ഇവിടെ വരണം, പ്രാർത്ഥിക്കണം, ഉടമ്പടി എടുക്കണം, പച്ചത്തിരി വേണം, നീലത്തിരി, അങ്ങനെ യൂട്യൂബിൽ കണ്ട് എനിക്ക് ഭയങ്കര അതിയായ ആഗ്രഹമായിരുന്നു. അങ്ങനെ ദൈവകൃപയാൽ ഞാൻ മൊത്തത്തിൽ ഓക്കെയൊന്നുമല്ല, എന്നാലും ഇന്ന് എനിക്ക് വരാൻ പറ്റി. ഞാൻ ഇന്ന് ഉടമ്പടി എടുത്തു. എനിക്ക് 100% ഉറപ്പാണ്, എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ ഈ ഉടമ്പടി പൂർത്തിയാക്കും. നിങ്ങളും വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. എന്തായാലും ഞാനൊരു പച്ചയായ സാക്ഷ്യമാണ്. കാരണം ഞാൻ മരിച്ചു പോകും, ഞാൻ ഇനി ജീവിതത്തിലേക്ക് ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് ഞാൻ പ്രതീക്ഷിച്ചതാണ്. എന്നെ മാതാവ് രക്ഷപ്പെടുത്തിയെങ്കിൽ നിങ്ങളുടെയും എല്ലാ ആഗ്രഹവും സാധിക്കും. എല്ലാവരും നന്നായി പ്രാർത്ഥിക്കുക. ദൈവമാതാവിന് നന്ദി. എൻ്റെ പേര് ജെഫിൻ എന്നാണ്. ഞാനിവൾക്ക് ഹോസ്പിറ്റലിൽ ഡെലിവറി ആയി കഴിഞ്ഞിട്ടാണ് നാട്ടിൽ വന്നത്. വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സീരിയസ് ആയിരുന്നു, കാരിത്താസിലായിരുന്നു. ഇവള് എന്നോട് പറഞ്ഞു ഇതുവരെ കൃപാസനത്തിൽ പോയില്ല എന്നാണ് എന്നോട് ചോദിച്ചത്. എനിക്കങ്ങനെ വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു. ഞാൻ ഇവള് പറഞ്ഞതിൻ്റെ പേരിലാണ് ഇവിടെ വന്നത്. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്നെ കൊണ്ടുവരാൻ വേണ്ടി ചെയ്തതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. മാതാവിനെ നന്ദി. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞിനെ മാതാവിനെയും കൂട്ടി എവലിൻ മരിയ ജെഫിൻ എന്നാണ് പേരിട്ടിരിക്കുന്നത്. മാതാവിൻ്റെ കുഞ്ഞാണ്. നാട്ടിൽ ഞാൻ വയ്യാതെ കിടന്നപ്പം ഹസ്ബൻഡിൻ്റെ പള്ളിയിലും ഞങ്ങളുടെ പള്ളിയിലും അങ്ങനെ ഈ കൃപാസനത്തിൽ തന്നെ ഒരുപാട് പേര് പ്രാർത്ഥിച്ചായിരുന്നു. അങ്ങനെ എല്ലാവരും ഇവളെ കൃപാസന കുഞ്ഞെന്നാണ് വിളിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും കാരിത്താസ് ഹോസ്പിറ്റലിൽ എവിടെ ചോദിച്ചാലും എല്ലാവർക്കും അറിയാം, ഞങ്ങൾ അവിടുത്തെ മിറാക്കിൾ ബേബി ആൻഡ് മമ്മ എന്നാണ് പറയുന്നത്. അങ്ങനെ മാതാവിന് നന്ദി. എൻ്റെ പേര് ജോളി ഷാജി, പാലായിൽ നിന്നും വരുന്നു. പ്ലാസിനാൽ ഇടവകാംഗമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുന്നതും. ഒരു സ്കൂളിൽ പോലും ഒരു സ്റ്റേജിൽ കയറിയിട്ടില്ലാത്തതുകൊണ്ട് എൻ്റെ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2024 മാർച്ച് 3-ാം തീയതിയാണ്. ഞാൻ അന്ന് ഇവിടെ വന്നപ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നതൊന്നും അല്ലായിരുന്നു. എനിക്ക് ഒരു ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ച് പോകാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എൻ്റെ ആങ്ങളയുടെ മോൻ്റെ കൂടെയാണ് ഞാൻ വന്നത്. അപ്പോൾ അവർ പറഞ്ഞു, ആൻറ്റി ഉടമ്പടി എടുക്ക്, മാതാവ് ഇവിടെ ഒത്തിരി കാര്യങ്ങളെല്ലാം സാധിച്ചു തരുന്നതാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കുമ്പസാരിച്ചൊന്നും ഇല്ല, ഒരുങ്ങിയൊന്നും അല്ലായിരുന്നു വന്നത്. എന്നാലും അവർ പറഞ്ഞു. ഇപ്പോൾ ഞാനും ഓർത്ത് മാതാവിനോട് ക്ഷമ ചോദിച്ചു. എന്നിട്ട് ഞാൻ ഉടമ്പടി എടുത്തു. ഞാൻ ഉടമ്പടി എടുത്തിട്ട് വീട്ടിൽ ചെന്ന് പിന്നെ കുമ്പസാരിച്ച് ഒരുങ്ങിയാണ് ഞാൻ പ്രാർത്ഥനകളൊക്കെ തുടങ്ങിയത്. ഈ പ്രാർത്ഥന തുടങ്ങി ഞാൻ ആദ്യമായിട്ട് എനിക്ക് 36 വർഷമായിട്ട് ഞങ്ങൾക്ക് വഴിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഉടമ്പടിയിൽ 6 സാക്ഷ്യങ്ങൾ വയ്ക്കണമെന്ന് അച്ഛൻ പറഞ്ഞായിരുന്നു. അപ്പോൾ എനിക്ക് 6 നിയമങ്ങൾ വയ്ക്കണമെന്ന് അച്ഛൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് ഇവിടെ വന്ന് എല്ലാവരും ഒത്തിരി നിയമങ്ങളൊക്കെ പറയുന്നു. എനിക്കതിന് ഒത്തിരി അങ്ങനെ നിയമങ്ങളൊന്നും വയ്ക്കാൻ, അവരെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഒത്തിരി കാര്യങ്ങളൊന്നുമില്ല. എനിക്കെല്ലാം മാതാവ് സാധിച്ചു തരുന്നുണ്ട്. അപ്പോൾ എനിക്ക് അധികം ഒന്നും ഇല്ലായിരുന്നു പറയാൻ. എന്നാലും എനിക്ക് ആദ്യമായിട്ട് എനിക്കൊരു വഴി വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അത് മാതാവിനോട് എൻ്റെ ആദ്യത്തെ ഉടമ്പടി അതായിരുന്നു. പിന്നെ ഞാൻ എന്തൊക്കെയോ എഴുതി, മക്കളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ എഴുതി. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ വീട്ടിൽ ചെന്ന് 1 മാസം ആയപ്പം 2ാമത്തെ പ്രാവശ്യം ഞാൻ ഇവിടെ വന്ന് ഞാനും എൻ്റെ ഭർത്താവും കൂടി വന്ന് ഉടമ്പടി പത്രം വാങ്ങി എല്ലായിടത്തും വിതരണം ചെയ്തു. ബസ് സ്റ്റാൻഡിലും പള്ളികളിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിലും ഒക്കെ കൊണ്ടുപോയി പത്രങ്ങൾ കൊടുത്തു. ആ പത്രം കൊടുത്ത് 5ാമത്തെ ദിവസം ഞങ്ങൾക്ക് വഴി തരാമെന്ന് പറഞ്ഞ്, 36 വർഷമായിട്ട് വഴിയില്ലാതിരുന്ന് ഞങ്ങൾക്ക് വഴി തരാമെന്ന് പറഞ്ഞ് അടുത്ത വീട്ടിലുള്ളവർ വിളിച്ചു പറഞ്ഞു. അതിനു മുമ്പ് ഞങ്ങൾ ചോദിച്ചിട്ടൊന്നും അവർ വഴി തന്നിട്ടില്ല. അപ്പം ഇവിടുന്ന് കൊണ്ടുപോയ മാതാവിൻ്റെ ഉപ്പ് ഞങ്ങൾ വിശ്വാസപ്രമാണം ചൊല്ലി നടക്കുന്ന വഴിയിൽ വിതറുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ പത്രം കൊടുത്ത് 5 ദിവസം കഴിഞ്ഞു. ഉടമ്പടി എടുത്ത് 41ാമത്തെ ദിവസമാണ് ഞങ്ങൾക്ക് വഴി തരാമെന്ന് അവർ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾക്ക് വഴി തന്നു. പക്ഷേ വഴി തരാമെന്ന് പറഞ്ഞെങ്കിലും അതിന് 5 ലക്ഷം രൂപ ആവശ്യമായിരുന്നു. അവർ പറഞ്ഞു 5 ലക്ഷം രൂപ വേണമെന്ന്. ഞങ്ങളുടെ ഈ പൈസയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞങ്ങൾക്ക് വഴി വേണം, അല്ലെങ്കിൽ 10 സെൻറ്റ് സ്ഥലം കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് സ്ഥലം ആകെ 56 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. അടുത്തൊരു വീട് വന്നാൽ ശരിയാകത്തില്ലോ എന്ന് പറഞ്ഞു ഓർത്തു. അപ്പോൾ ഞങ്ങൾ മാതാവിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് എവിടുന്നെങ്കിലും 5 ലക്ഷം രൂപ ഉണ്ടാക്കി തരണം മാതാവേ, ഞങ്ങൾക്ക് വഴി വേണം, നടക്കാൻ പറ്റിയല്ലോ എൻ്റെ ഭർത്താവിന്, മുട്ടിന് വേദനയും നടുവിന് വേദനയൊക്കെയാണ്. അപ്പോൾ മാതാവിനോട് വഴി തരണമെന്ന് ഞാൻ ആഗ്രഹിച്ച് പറഞ്ഞിരുന്നതുകൊണ്ട് മാതാവിനോട് 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. അപ്പോൾ മാതാവ് എനിക്ക് 5 ലക്ഷം രൂപയ്ക്ക് പകരം എനിക്ക് 6 ലക്ഷം രൂപയോളം മാതാവ് ഉണ്ടാക്കി തന്നു. അങ്ങനെ ഞങ്ങൾക്ക് ചോദിച്ചവരെല്ലാവരും എത്ര വേണമെന്ന് ഇങ്ങോട്ട് ചോദിച്ചു തരുമായിരുന്നു.
കടമാണെങ്കിലും ഞങ്ങൾ തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യസ്ഥനാണ്. എങ്കിലും ഞങ്ങൾക്ക് ആ രൂപയെല്ലാം അവൾ മാതാവിൻ്റെ സാന്നിധ്യത്തിൽ അവരെല്ലാവരും ഞങ്ങൾക്ക് രൂപ തന്ന് ഞങ്ങളെ സഹായിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് വഴി കിട്ടി. പിന്നെ രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ സാക്ഷ്യമെന്ന് പറയുന്നത്, ഞങ്ങളുടെ രണ്ടാമത്തെ മോളുടെ വിവാഹം 1 വർഷത്തിനകം നടക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. കാരണം ഞങ്ങളുടെ മൂത്ത മോള് ഒരു സ്വന്തമായിട്ട് വിവാഹം കഴിച്ച് അവളുടെ ഇഷ്ടത്തിന് പോയതായിരുന്നു. അപ്പോൾ എൻ്റെ ഭർത്താവിനും എനിക്കും ഒരാഗ്രഹം ഉണ്ടായിരുന്നു, ഒരു മോളെയെങ്കിലും നന്നായിട്ട് വിവാഹം കഴിച്ചിട്ട് വിട്ട് കാണാനുള്ള ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഭർത്താവിന് ഭയങ്കര സങ്കടമായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ മാതാവിനോട് അപേക്ഷിച്ചു, എനിക്ക് 1 വർഷത്തിനകം എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണമെങ്കിലും നടത്തി തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ മാർച്ച് മാസത്തിലാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഡിസംബർ മാസം ആയപ്പോഴത്തേക്കും മാതാവ് ഞങ്ങളുടെ മോളുടെ വിവാഹം നടത്തി തന്നു. ജനുവരി 4-ന് ഞങ്ങളുടെ മോളുടെ വിവാഹം കഴിഞ്ഞു. അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നു. മാതാവിനും ഈശോയ്ക്കും നന്ദി. ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തും പരിസരത്തും കുളിമുറിയിൽ എന്ന് 2 പാമ്പെങ്കിലും കുളിമുറിയിൽ ഇല്ലാതിരിക്കുന്ന ദിവസങ്ങളില്ല. പിള്ളേർ കുളിക്കാനായിട്ടൊക്കെ കയറുമ്പോൾ പറയും, അമ്മേ പാമ്പുണ്ട്, പേടിയാ എന്ന് പറയും. അപ്പം ഞാൻ ചെന്ന് ഞങ്ങൾ കൊന്നു കളയും. വിഷപ്പാമ്പുകളാണ്, വളവളപ്പൻ പാമ്പാണ് എന്നും കയറുന്നത്. അതുകൊണ്ട് ഞാൻ എന്നിട്ട് പിന്നെ ഈ മാതാവിൻ്റെ ഉപ്പ് കൊണ്ടുപോയി വീടിൻ്റെ പരിസരത്തും കുളിമുറിയിലും വീടിൻ്റെ ചുറ്റും എല്ലാം വിതറി. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പാമ്പ്, തലയില്ലാത്ത ഒരു പാമ്പ് മുറ്റത്ത് കിടക്കുന്നു. അപ്പോൾ അതിൽ പിന്നെ ഇതുവരെ ഒരു പാമ്പിനെ പോലും ഞങ്ങൾക്ക് മാതാവ് കാണിച്ചു തന്നിട്ടില്ല. വീട്ടിൽ ഇതുവരെ ഒരു പാമ്പ് കയറിയിട്ടുമില്ല. മാതാവിൻ്റെ അനുഗ്രഹമാണ്. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ, ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് ഒരു 4 കെട്ട് പത്രമെങ്കിലും മേടിച്ച് എല്ലായിടത്തും കൊണ്ടുപോയി വിതരണം ചെയ്യും. മരിയ സദനത്തിൽ പോയി കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യും. മരിയ സദനത്തിൽ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രങ്ങളും ധനസഹായവും ഒക്കെ ചെയ്യും. പാവപ്പെട്ടവർക്ക് ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്യുന്നുണ്ട്. പ്രാർത്ഥനകൾ ഞാൻ എല്ലാ ദിവസവും 1/2 മണിക്കൂർ ബൈബിൾ വായിക്കും. ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും കാണും. യൂട്യൂബിൽ എല്ലാ ദിവസവും 2 ധ്യാനം വെച്ചെങ്കിലും കൂടുന്നതാണ്. സാക്ഷ്യങ്ങളും കേൾക്കും. ഡെയിലി ബ്രെഡും സാക്ഷ്യങ്ങളും എല്ലാവർക്കും അയച്ചു കൊടുക്കും. ഒത്തിരി ഷെയർ ചെയ്യുന്നുണ്ട്. സ്വഭാവത്തിൽ എൻ്റെ സ്വഭാവത്തിൽ ഒത്തിരി മാറ്റം വന്നു. കാരണം ഞാൻ ഞായറാഴ്ച ദിവസം മാത്രമാണ് പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവിടെ വന്നത് പിന്നെ എനിക്ക് ഇപ്പോൾ ഈ 2 മാസമായിട്ട് ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്. ഞാനൊരു തയ്യൽക്കാരത്തിയാണ്. അപ്പോൾ എനിക്ക് തയ്യൽ ജോലി എല്ലാം തീർത്തിട്ട് വേണം എനിക്ക് തയ്യലിന് പോകാൻ. അതുകൊണ്ട് ഞാൻ പള്ളിയിൽ പോകാറില്ലായിരുന്നു. ഒരു ഞായറാഴ്ച മാത്രമാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ എല്ലാ ദിവസവും രാവിലെ ഏറ്റ് പള്ളിയിൽ പോയിട്ട് വന്നതിന് ശേഷമാണ് എൻ്റെ ജോലികളെല്ലാം തീർത്തിട്ട് ഞാൻ എൻ്റെ തയ്യൽ ജോലിക്ക് പോകുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. എൻ്റെ ജോലികൾക്ക് നല്ല പുരോഗമനവും ഉണ്ട്. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. ഈ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഇവിടെ പ്രത്യക്ഷപ്പെട്ട ഈ അമ്മ മാതാവിൻ്റെ മുമ്പിൽ എനിക്ക് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് ഞാൻ 1000 നന്ദി പറയുന്നു. മനുഷ്യരുടെ മുമ്പാകെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. മത്തായി 10:32 എന്ന് പറഞ്ഞ പോലെ എനിക്ക് ഈ സാക്ഷി ഇവിടെ വന്ന് പറയാഞ്ഞിട്ട് ഭയങ്കര വിഷമമായിരുന്നു. എനിക്ക് ഉടമ്പടി എടുത്ത് ആദ്യം പുതുക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് കിട്ടിയ 41-ാം ദിവസം തന്നെ കിട്ടിയ സാക്ഷ്യമാണ്. എനിക്കത് പറയാത്തതുകൊണ്ട് വലിയ വിഷമമായിരുന്നു. ഇപ്പോൾ എനിക്ക് സന്തോഷമായി. അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി.